ഹലോ, ഇന്നൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയാലോ? നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 500 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അത് മുഴുവനായിട്ടും ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ബീറ്റർ തന്നെ വേണമെന്നില്ല, നമുക്ക് മിക്സിയുടെ ജാറിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറ് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് തണുത്ത വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ശ്രദ്ധിക്കേണ്ടത്, രണ്ട് രീതിയിൽ ഉണ്ടാക്കിയാലും വിപ്പിംഗ് ക്രീം നല്ല തണുത്തതായിരിക്കണം, എന്നാൽ കട്ടയായിട്ടിരിക്കുകയും ചെയ്യരുത്. ലൂസായിട്ട് തണുത്ത വിപ്പിംഗ് ക്രീം വേണമെന്നുള്ളതേ ഉള്ളൂ. എങ്കിലേ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓൾറെഡി വിപ്പിംഗ് ക്രീം സ്വീറ്റൻഡ് ആണ്. നമുക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി പകുതിയിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വാനില ഐസ്ക്രീം നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്കിനി ഇത് ഫ്രീസറിലേക്ക് വെക്കാം. ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും പഞ്ചസാര പൊടിച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട്. നമുക്ക് എത്രമാത്രം ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണോ അതിനനുസരിച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൊക്കോ പൗഡർ വേണമെന്ന് തന്നെയില്ല. നമ്മുടെ ഈ ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ കൊക്കോ പൗഡറെല്ലാം നല്ലോണം ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിവിടെ നേരത്തെ എടുത്ത വാനില ഐസ്ക്രീമിൻ്റെ ആ സെയിം ബോക്സിലേക്ക് തന്നെയാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് 2 ലെയറായിട്ട് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് സെപ്പറേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഞാനൊരു ഫുൾ ഡേ ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റും വാനില ഐസ്ക്രീമും ഇവിടെ നല്ലോണം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഐസ്ക്രീമിൻ്റെ റെസിപ്പി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.